ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാവർക്കും മിസ്റ്റർ നന്ദുടെക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, മങ്ങുന്നു തോടക്കാത്ത ചേറാണ് അതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു കണ്ടന്റ് എന്തായിരിക്കും? ഇന്നത്തെ കണ്ടന്റ് എന്താണ്? ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ കണ്ടന്റ് ഇതെൻ്റെ കയ്യിൽ നിന്ന് ഇട്ടതുമല്ല, ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് വെറൈറ്റി ആക്കി. ഇന്നത്തെ കണ്ടന്റ് സാംസങ് ഗാലക്സി S22 അൾട്ര എന്തുകൊണ്ട് ആൾക്കാർ കിങ് എന്ന് വിളിക്കുന്നു അതിനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. സോ എന്തായാലും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലെറ്റ്സ് ഗോ. Easy, easy, come on, okay. Easy, easy, come on, come on. Easy, easy, come on. Easy, easy, come on. എന്തുകൊണ്ടാണ് ഐഫോൺ രാജാവാവാത്തത്? സോ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ക്യാമറ മൊബൈൽ ഐഫോൺ ആയിരുന്നു. സോ ഇന്ത്യയിലെ നമ്പർ 1 സൂമിങ് ആൻഡ് ക്യാമറ ഫോണും കൂടി വന്നിരിക്കുകയാണ് ഈ സാംസങ് ഗാലക്സി S22 അൾട്ര. എന്താണ് ഇവൻ പൊട്ടം വിളിച്ചു പറയുന്നത്? ഇന്ത്യയിലെ ക്യാമറ ഫോൺ സാംസങ് തന്നെ, ഇന്ത്യയിലെ ക്യാമറ ഫോൺ ഐഫോൺ തന്നെയല്ലേ വരിക. സോ അതിപ്പം നിലവ് മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, നിങ്ങളറിയാത്തൊരു സംഭവമാണ്. അതായത് സാംസങ്ങിൻ്റെ ഒരു ഡിവൈസ് ആയാലും എന്തായാലും പണ്ടെല്ലാം ഇറക്കുന്നതിൽ ഒരു സൂമിങ് ഒബ്ജക്റ്റ് കാര്യങ്ങളുണ്ടായിരുന്നു. സോ സാംസങ്ങിൻ്റെ ഡ്രോൺ ഫോൺ വരെ ഇറങ്ങാനുണ്ടായിരുന്നു. ആ സമയത്ത് ക്യാൻസൽ ചെയ്തു. ആ സമയത്താണ് അവർ ഈ ഒരു സാംസങ് ഗാലക്സി S22 അൾട്ര ഇറക്കാൻ ഉദ്ദേശിച്ചത്. പെരിസ്കോപ്പ് പൈസ കൊടുത്ത് ഏകദേശം എത്രയോ കോടി രൂപ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അവർ. അതിൻ്റെ പ്രതിഫലമായിട്ടാണ് അവർക്ക് ഇപ്പോൾ കിട്ടിയത്. സോ ഇത്രയും മാർക്കറ്റിങ്ങിൽ ഇത്രയും വാല്യുബിളായ മൊബൈൽ വേറെ ഒന്നും ഉണ്ടാവില്ല. കാരണം അതിൻ്റെ പ്രതിഫലമായിട്ട് അവർക്ക് കിട്ടിക്കഴിഞ്ഞു. സോ വൈ നോട്ട് പീപ്പിൾ കോൾ മീ ദ സാംസങ് ഗാലക്സി S22 അൾട്ര. S23 അൾട്ര ഈസ് കിങ്. ദാറ്റ് ഈസ് എ ക്യാമറ, ദ സൂമിങ് ടെസ്റ്റ്. അതായത് നിങ്ങൾ ഓരോ യൂട്യൂബിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. യൂട്യൂബിൽ ഇഷ്ടം കണക്കിന് സൂമിങ് ടെസ്റ്റ് നടത്തിയ വീഡിയോസ് ഉണ്ട്. പക്ഷേ ഈ കൂട്ടത്തിൽ ഒരുത്തനെ മാത്രം തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല, അത് സാംസങ് ആണ്. സോ സൂമിങ് ടെസ്റ്റിൽ നിങ്ങൾ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നോ ബ്ലർ ഇല്ലാതെ ഇങ്ങനെ കാണാൻ പറ്റും. സോ നോർമൽ ഫോണിൽ നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ ബ്ലർ ആവും, ഏതൊരു ഫോണായാലും. പക്ഷേ നിങ്ങളൊരു സാംസങ് ഗാലക്സി S22 അൾട്രയിൽ സൂം ചെയ്ത് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, സോ ഫ്രണ്ട് ക്യാമറ അവൈലബിൾ അല്ല, ബാക്ക് ക്യാമറയിൽ സൂം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്. സോ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലറും ഇല്ലാതെ നമ്മൾ നോർമൽ വീഡിയോ എടുക്കുന്നത് ക്ലാരിറ്റി വരെ നിങ്ങൾക്ക് എത്ര സൂം ചെയ്താലും അവസാനം വരെ സൂം 100x സൂം പറ്റാം, അത്രയും സൂം എടുത്താലും പോലും ക്ലാരിറ്റിയോടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വൈ നോട്ട്? ദാറ്റ് ഈസ് അതിൽ വെച്ചിരിക്കുന്നത് പെരിസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ലെൻസ് അല്ല ക്യാമറ. അതായത് പണ്ട് നാസ നമ്മുടെ പുറമേക്ക്, അതായത് ആകാശത്ത് പുറത്തുള്ള നമുക്ക് എന്താണ് നടക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു കുറച്ച് ഭാഗം മാത്രമാണ് എടുത്ത് നമ്മൾ വെച്ചത്. അതായത് ഇപ്പോൾ ഒരു മൂണായിക്കോട്ടെ, ചന്ദ്രനായിക്കോട്ടെ, ചന്ദ്രനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ക്ലാരിറ്റിയിലോ കാണാൻ പറ്റും. നേരെ പക്ഷേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, മേലെ കൂടെ പോകുന്ന എയറോപ്ലെയിന് നല്ല ദൂരത്തു നിന്ന് പോവാം, അതിന് സൂം ചെയ്താൽ കാണാൻ പറ്റും. പകലാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ക്ലാരിറ്റിയോടെ കാണാൻ പറ്റും. ഏതൊരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിപ്പോൾ ഒരു മൊബൈൽ ആയിക്കോട്ടെ, ഒരു ഫോട്ടോ എടുക്കാൻ ഒരു മാൻ ആയിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, എന്തൊരു വാച്ച് കൂടി ആയിക്കോട്ടെ, ഇത്രയും നല്ല ക്ലാരിറ്റിയോട് സൂമോടെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പിന്നെ ആ ഒറ്റൊരു കാരണം മാത്രമല്ല, ഇത് എല്ലാം ഒരുമിച്ച് വന്ന്, അതായത് ബിൽഡ് ആൻഡ് ക്വാളിറ്റി, ഫീച്ചർ, അതേപോലെ തന്നെ അതിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഫീച്ചേഴ്സും എസ് പെന്നിൻ്റെയും എല്ലാ കാരണം കൊണ്ടാണ് അതിനെ കിങ് എന്ന് വിളിക്കാൻ കാരണം. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ക്യാമറ മാത്രമാണ്. സോ ഒരു മൊബൈലുകളും സൂമിങ്ങൾ ഇത്ര ക്ലാരിറ്റിയോടെ കൊടുക്കൂല. പക്ഷേ ഇതിൽ ക്ലാരിറ്റി കിട്ടാൻ കാരണം എന്താണ്? പെരിസ്കോപ്പ് എന്നുള്ള ലെൻസ് ആണ്. അതായത് അത് അവയിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർ ഫോട്ടോ എടുക്കുന്നു. സോ ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു തെറ്റാണ്, ക്യാമറ നിങ്ങൾ വെക്കുന്ന സമയത്ത് ഒരു ഫോൺ എടുത്ത് ഒരു 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ക്യാമറയിൽ സ്ക്രാച്ച് വരുന്നു, അതിൻ്റെ ക്യാമറയിൽ ബാക്ക് പാനൽ അടർന്നു വരുന്നു എന്നെല്ലാം പറഞ്ഞു. ഇത് ഇട്ടിട്ട് അതിൻ്റെ ബാക്ക് കവർ യൂസ് ചെയ്യാതെ നിങ്ങൾ അതിൻ്റെ പുതിയ മൊബൈൽ എടുക്കാതെ പഴയ, അതായത് ഫ്ലാഗ്ഷിപ്പ് മൊബൈലുണ്ട്, അതായത് ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്നുണ്ട്, അതായത് കുറച്ച് പുതിയത് എന്ന് പറയുള്ളൂ.
ആ ഫോൺസുകളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഫേക്ക് ഏതാണ് നല്ലത് ഏതെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. സോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് പറയാൻ വന്നത് അതല്ല. സോ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് സാംസങ് ഗാലക്സി പീപ്പിൾ കോൾ മീ ദ കിങ് എന്നുള്ളത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സാംസങ് ഇത്രയും നല്ലൊരു മികച്ച ഫീച്ചർ തരുന്ന ഒരു മൊബൈൽ ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും നല്ല ഒരു കിങ് എന്നുള്ള പേര് വരാൻ കാരണം. ഒന്ന് ക്യാമറ, ബിൽഡ് ആൻഡ് ക്വാളിറ്റി, ഫീച്ചർ, ബോഡി ബിൽഡ്, അതുമാണ് വേറെ ലെവല്. സോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ചേരുന്നതുകൊണ്ടാണ് ഒരു രാജാവ് എന്ന് വിളിക്കാൻ കാരണം ഇതുവരെ ഒരു ഫോണിനും ഇല്ല. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോയിൽ നമ്മൾ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ മിസ്റ്റർ നന്ദു ടെക് സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.